എം പി രാജേഷിൻ്റെ കാര്യം പറയുമ്പോൾ എം പി രാജേഷിനെ കഴിഞ്ഞ തവണ സെക്രട്ടറിയിലേക്ക് പരിഗണിക്കായിരുന്നത് അദ്ദേഹം സ്പീക്കറായിരുന്നുകൊണ്ടാണെന്ന് കേട്ടിരുന്നു. പക്ഷേ ഇത്തവണ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ള ഒരു കൃത്യമായ മറുപടി എവിടെ നിന്നും കിട്ടുന്നില്ല. അദ്ദേഹം പരസ്യമായ പ്രതികരണത്തിനൊന്നും വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കും. പക്ഷേ പോയി എന്നുള്ളത് മാധ്യമങ്ങളെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ അവിടെ ഉയർന്നു വരുന്നുണ്ട്. പിന്നെ ആരാണ്? മേഴ്സിക്കുട്ടിയമ്മ. മേഴ്സിക്കുട്ടിയമ്മയും എത്ര കാലമായി പാർട്ടിയുടെ പ്രധാന തലങ്ങളിൽ നിന്നിട്ടുള്ളതാണ്, മന്ത്രിയായിട്ടുള്ളതാണ്, നല്ല പ്രവർത്തകയാണ്, നല്ല തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്. പക്ഷേ സമവാക്യങ്ങളിൽ ഒരു മറുഭാഗത്ത് നിന്നിരുന്ന നേതാവാണ്. ഒരു ഘട്ടത്തിൽ അതിനുശേഷം അവരെ പരിഗണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ തഴയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കാലത്തും നേതാക്കളെ പരിഗണിക്കുന്നതിനും അവഗണിക്കുന്നതിനുമൊക്കെ പ്രത്യേകിച്ച കാരണങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പ് മൂന്നാമൂഴം എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമായ കൊണ്ടാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ട ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ വേറെ ഒരു തരത്തിലുള്ള മുറുമുറുപ്പുകളും ചെവി കൊള്ളാൻ പാർട്ടി തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ പി ജയരാജനുമായി ബന്ധപ്പെട്ട് മനു തോമസിൻ്റെ കത്താണ് ജില്ലാ കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് പറഞ്ഞു. അങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ടെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങളുമായി, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായൊക്കെ പി ജയരാജന് ബന്ധം എന്നുള്ള കത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ കത്തിന് ഉടനടി നടപടിയില്ലേ വേണ്ടത്? അതവിടെ വെച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കാതിരിക്കാനുള്ള ഒരു കാരണമായി വെക്കുകയല്ലല്ലോ വേണ്ടത്. അപ്പോൾ അങ്ങനെയല്ല, ഇനി അത് മതി, ഇത്രയേ ഉള്ളൂ വളർച്ച എന്ന് പാർട്ടി കൃത്യമായി മെസ്സേജ് നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.